السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول ഏറ്റവും ബഹുമാനീയ സയ്യിദന്മാർ, പള്ളി മുദരിസ് ഉസ്താദ് അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മാലിൻ്റെ ഫിനാൻസ് സെക്രട്ടറി കൂടിയായ ബഷീർ മാഷാൻ, വേദിയിലും ഹാസരും സന്നിഹിതരായ വിശിഷ്ട അതിഥികൾ, നല്ലവരായ നാട്ടുകാർ, സുദീർഘമായ അധ്യക്ഷ ഭാഷണം ഇപ്പോൾ ക്ഷന്തവ്യമല്ല എന്ന് എല്ലാവർക്കും പറയാം. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കൊടുങ്കാറ്റ് വീശാൻ സാധ്യത എന്ന് പലരും പറയുന്നു. അല്ലാഹു അതിനെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. സർവ കൊടുങ്കാറ്റിൻ്റെ വീതി, നാശം എല്ലാം അല്ലാഹു തആല കാത്തിരക്ഷിച്ച് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അർക്കം ഗൾഫ് ചാപ്റ്റർ, അർക്കം യൂത്ത് സെൻ്റർ എന്ന പേരിൽ സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചെറുതായ മട്ടിൽ തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്ന് ഗൾഫ് സെക്ടറുകളിലെ മിക്ക രാജ്യങ്ങളിലും അതിൻ്റെ അനുവാചകരും ഗുണകാംക്ഷികളും ഉടലെടുക്കുകയും രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അർഹരായവർക്ക് അംഗീകാരങ്ങൾ, ആവശ്യമുള്ളവർക്ക് സേവനങ്ങൾ, ആദിവ്യാധിയുള്ളവർക്ക് സഹായങ്ങൾ എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖല സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി, വിദ്യാർത്ഥി യുവതലമുറയെ മോട്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മണലാരണ്യത്തിൽ ഉറ്റവരെയും ഉടയവരെയൊക്കെ ഒഴിവാക്കിയാണ് അധിക ആളുകളും ജീവിതത്തിൻ്റെ പരിഷ്കരണക്കും പുരോഗതിക്കും ഒക്കെ വേണ്ടി ഗൾഫിൽ ചേർക്കാറുണ്ട്. ആ സമയത്തും ഒഴിഞ്ഞു കിട്ടുന്ന സമയങ്ങൾ എന്തെങ്കിലും നാട്ടിൽ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നുള്ളത് ഈ പ്രവർത്തകരെ വളരെ കൂടുതൽ പ്രശംസിക്കേണ്ട ഒന്നാണ്. അതെല്ലാ മേഖലയിലേക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആമുഖമായി ഓർമ്മയിൽപ്പെടുത്തുന്നു. ഇപ്പോൾ ഭാരതത്തിൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിസാൻ കർഷകരുടെ വലിയ ഒരു പ്രക്ഷോഭം. ഈ സദസ്സ് ആ കർഷകരുടെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. കർഷകരും അവരെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും ഉപദേശങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായി കാണാം. ഞാൻ സ്തുതികരമാക്കുകയല്ല. നാട്ടുംപുറത്ത് കർഷക വൃത്തി നടത്തി ജീവിക്കുന്ന ആളിൻ്റെ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വില ഇടിച്ച് അവരെ തളർത്തുന്ന രൂപത്തിൽ ഒരു ഇടയാളനെ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണത്. അതിൻ്റെ വ്യാസാർത്ഥം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സർവ തലസ്പർശിയാണ്.
ആ സർവതല സ്പർശിയായ ഇസ്ലാമിനെ കൂടുതൽ ഉജ്ജ്വലതയും വിശാലതയും ഉണ്ടാക്കിയെടുത്താൽ നാട്ടിൽ എല്ലാ ജാതികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും അത് വലിയ ഗുണമാണ്. ഇവിടെ ഈ പരിപാടിക്ക് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ദർസ് തുറന്നിട്ടുള്ളൂ. വരാൻ ഇപ്പോൾ ഉദ്ദേശിച്ചല്ല. പക്ഷെ നാട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടി ഇവിടെ എപ്പോഴും ഉണ്ടാവുന്നതല്ല. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വന്നതാണ്. നാട്ടുകാർ പല ദിക്കിലും ദേശത്തിലും പല രൂപത്തിലും പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അവരെ ഒരു കുടക്ക് കീഴിൽ ഒരുമിച്ച് കൂടാൻ ഇതുപോലത്തെ സാമൂഹിക സ്പർശനമുള്ള പരിപാടികൾക്ക് ആകും. അതിന് അർക്കം അതിൻ്റെ രൂപീകരണ കാലം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവര് സമൂഹത്തിന് മുന്നിൽ ആദരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻസിലിന്നാസ മനാസില, ഒരാളിനൊരു സ്ഥാനം ലഭ്യമായാൽ ആ സ്ഥാനത്തിന് ബാക്കിയുള്ളൊരു വില വെച്ച് കൊടുക്കാനുള്ള വിശാലം മനസ്സ് ഉണ്ടായിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു. അംഗീകാരത്തിന് വേണ്ടി പ്രവർത്തിച്ചതല്ലെങ്കിലും അംഗീകാരം നൽകേണ്ടത് അത് മനസ്സിലാക്കിയ ആളുകളുടെ ബാധ്യതയാണ് എന്നാണ് ആ പ്രവാചക വചനത്തിന്റെ പൊരുൾ. എങ്ങനെ നോക്കിയാൽ സാമൂഹിക മേഖലയിലും കൃഷി മേഖലയായാലും ഏറ്റവും നല്ല കർഷകനെ ഈ നാട്ടിൽ ബഹുമാനിക്കപ്പെടണം. ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനെ ബഹുമാനിക്കുന്നത് പോലെ അവരെയും ബഹുമാനിക്കണം. വിഷയം മാറിയതെല്ലാം അധ്യക്ഷ ഭാഷ എന്ന് പറയുമ്പോൾ സുദീർഘമാവാൻ പാടില്ലല്ലോ. നമ്മുടെ ബഷീർ മാഷ് ഇന്നത്തെ നമ്മുടെ ഈ അർക്കവും എക്സലൻസി അവാർഡിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ്. നമ്മുടെ എല്ലാവരും ഗണിതശാസ്ത്രത്തിൻ്റെ ഗുരുവര്യരാണ്. ഗണിതം മാത്രമാണ് അവർ പഠിപ്പിച്ചത്. കണക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയാണ്. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടാന്ന് തന്നെ ബഷീർ മാഷിന് ഞങ്ങൾക്ക് വലിയ പേടിയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു വളരെ ബഹുമാനത്തോടു കൂടെയും തൻ്റെതായിരിക്കുന്ന സ്ഥാനത്തിനെ വകവച്ചുകൊണ്ടുള്ള അധ്യാപക ഗുരു ബന്ധം നിലനിർത്തുന്നതിൽ വളരെ വിജയിച്ച ഒരു ഗുരുവര്യരാണ് എന്ന് എടുത്തു പറയാൻ കഴിയും. ചെറിയ ക്ലാസ് 1-ാം ക്ലാസ് തൊട്ട് 7-ാം ക്ലാസ് വരെ നമ്മളൊക്കെ ഇവിടെ തന്നെയല്ല എല്ലാവരും പഠിച്ചതില്ലേ. അപ്പൊ ആ അവസരത്തിൽ ഉണ്ടാവുന്ന ക്ലാസിന്റെ നീക്കുപോക്കുകൾ വളരെ ഒരു പ്രത്യേകമായ നിയന്ത്രണ സ്വഭാവവും എന്നാൽ തന്നെ വിഷയങ്ങളിൽ യാതൊരു ലാളിത്യവുമില്ലാതെ ക്ലാസുകൾ എടുത്ത് തരുന്നതിലും തീർക്കുന്നതിലും വളരെ ശ്രദ്ധയിലാണ് മാഷിന്റെ ഇടപെടൽ എന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാം അറിയുന്നതാണ്. സുദീർഘമായി പറയുകയല്ല. ഇവിടെ ഇസ്മായിൽ മാഷ് ആമുഖ ഭാഷണം നടത്തും. അപ്രകാരം നമ്മുടെ മൊഹീദ്ദീൻ കെ എടക്കണ്ടൻ മൊഹീദ്ദീൻ എന്നുള്ള നമ്മുടെ SYSന്റെ ഗുണകാംക്ഷിയും പ്രവർത്തകരുമായ ഗൾഫ് സെക്ടറിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ അവിടുത്തെ ഗവൺമെന്റിന്റെ അധികാരികളുടെ പ്രശംസക്ക് ഇട നൽകി. സേവനം എല്ലാ ഇടങ്ങളിലും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇതരന്റെ സുഹൃത്തിന്റെ സഹായത്തിൽ ഒരു മനുഷ്യൻ നിലകൊള്ളുമ്പോഴൊക്കെയും അള്ളാഹുവിന്റെ സഹായം അവനക്ക് ഒപ്പമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ ഇതര സേവനങ്ങൾ വിദ്യാഭ്യാസപരമായാലും സാമൂഹികമായാലും സാംസ്കാരികപരമായാലും മറ്റ് ഇതരർക്ക് ഗുണം ലഭ്യമാവുന്ന ഏത് ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ സേവനങ്ങൾ അർപ്പിക്കുക എന്നുള്ളത് നല്ല ഭാഗങ്ങളിലുള്ള സർവ്വസേവനവും എന്ന് പരിശുദ്ധ ഖുർആനിലും കാണാം. പരസ്പര സഹായികളായി വേണം വിശ്വാസികളുടെ ജീവിത ഗമനമെന്ന് പരിശുദ്ധ ഖുർആനും അടിവരയിടുന്നുണ്ട്. ആകയാൽ അതിനെല്ലാം ഈ കൂട്ടായ്മക്ക്
സാധാ പല പദ്ധതികളും ഉണ്ടെന്ന് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും അവർക്ക് കഴിയട്ടെ. നിങ്ങളെല്ലാവരുടെയും എല്ലാ വക സർവനാത്മ പിന്തുണയും സഹായവും അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യക്ഷ ഭാഷണവും ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർക്കം കോൺക്ലേവ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ആട്ടേരി മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ സാഹിബ് ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ വേദിയെ സമ്പുഷ്ടമാക്കിയ ബഹുമാന്യരായ സയ്യിദ് അവർകളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ബാക്കവി അൽ ഹസനി അവർകളെ, ബഹുമാനരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹംസ അഹ്സനി അൽ കാമിലി അവർകളെ, ഇന്നത്തെ ഈ കോൺക്ലേവിൻ്റെ മുഖ്യ ആകർഷണമായ ബഹുമാനരായ ബഷീർ മാസ്റ്റർ, അതുപോലെ മുഹിയുദ്ദീൻ എടക്കണ്ടൻ ഉൾപ്പെടെ ഈ വേദിയെ ധന്യമാക്കിയ ബഹുമാന്യരായ ഓരോരുത്തരുടെയും പേരെടുത്തു പറയുന്നില്ല വിശിഷ്ടാതിഥികളെ, അതോടൊപ്പം ഈ സദസ്സിനെ പ്രൗഢവും ധന്യവുമാക്കിയ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സായാഹ്നത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രൂപീകരണത്തിൻ്റെ ധന്യമായ കർമ്മധന്യമായ 10 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന അർക്കം ഗൾഫ് ചാപ്റ്റർ ഈ പ്രദേശത്തിൻ്റെ പ്രബുദ്ധതയെ, ഈ പ്രദേശത്തിൻ്റെ ആദരവിനെ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അർക്കം ഗൾഫ് ചാപ്റ്റർ എന്ന് നമുക്ക് ഓരോ വർഷവും റബീഉൽ അവ്വലിന്റെ മിലാദ് ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ മദ്രസയിൽ നടക്കുന്ന ഓരോ വർഷത്തെയും മിലാദ് സമ്മേളനങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, വിളിച്ചോതുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ അവാർഡ് ദാന ചടങ്ങ് ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടേണ്ടതെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മളത് മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള ഒരു അർക്കം നമ്മൾ കാണുന്നത് ആദ്യമാണെന്ന് മാത്രം. പക്ഷേ രൂപീകരണത്തിന്റെ 10 വർഷങ്ങൾ പിന്നിടുകയാണ്. ആദരവിന്റെ 10 വർഷങ്ങളിൽ അർക്കം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സേവനത്തിന്റെ 10 വർഷങ്ങൾ അർക്കം ഇവിടെ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചരിത്ര ദൗത്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് അർക്കമിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അർക്കമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷം ധാരാളം പരിപാടികൾ ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. നമ്മുടെ മദ്രസയുടെ 2 ക്ലാസ് റൂം ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ കെട്ടിട അർക്കം അതിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ചു തന്നതാണ്. അതോടൊപ്പം വർഷാവർഷങ്ങളിൽ ഇത്തരത്തിലുള്ള എക്സലൻസി അവാർഡുകൾ വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹവും മാതൃകാപരവും ആയിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ ബൗദ്ധികതയെ ആദരിക്കുന്ന, അറിയിക്കുന്ന ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൽ അർക്കം എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. അതിന് നേതൃത്വം വഹിക്കുന്നതിനും അർക്കമിന് സാധിച്ചിട്ടുണ്ട്. ഈ സദസ്സും അതിന്റെ ഒരു വെളിപ്പെടുത്തലാണ്, അതിന്റെ ഒരു ഉദ്ഘോഷണമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ അർക്കം വർഷാവർഷങ്ങളിൽ നടത്തുന്ന ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ വേണ്ടി കഴിയാത്ത, നമുക്ക് നമ്മുടെ ആട്ടിരിയുടെ ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ ആട്ടിരിയുടെ ഒരു വർത്തമാനത്തെ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അവഗണിക്കാൻ ഒരിക്കലും കഴിയാത്ത
മഹൽ വ്യക്തിത്വങ്ങളുടെ നാമധേയത്തിലാണ് ഈ അവാർഡുകളൊക്കെ അവർ സംഘടിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, എക്സലൻസി അവാർഡ് നൽകുന്നത് നമ്മോട് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മദ്രസയുടെയും മഹലിന്റെയും ഒക്കെ നേതൃനിരയിൽ ധാരാളം വർഷങ്ങൾ നമുക്ക് നേതൃപരമായ പങ്കുവഹിച്ച് നമ്മോട് ഇവിടെ പറഞ്ഞു പോയ ബഹുമാനരായ ഹംസ സാഹിബ് അവരുടെ നാമധേയത്തിൽ. അതുപോലെ മുൻവർഷങ്ങളിൽ അവാർഡ് നൽകിയിരുന്നത് നമ്മുടെ മദ്രസയുടെയും നാടിന്റെയും മഹലത്തിന്റെയും ഒക്കെ നേതൃപരമായ പങ്കുവഹിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ അബ്ദുറഹ്മാൻ ഹാജിയുടെ നാമധേയത്തിൽ. അതോടൊപ്പം വളരെ ചെറുപ്രായത്തിൽ ഇന്ന് അർക്കമിന് നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന യുവ കൂട്ടായ്മയുടെ ഒരു പ്രായം എത്രയാണോ ആ പ്രായത്തിലേക്ക് മാത്രം ഇന്ന് എത്താൻ മാത്രം പ്രായമുണ്ടായിരുന്ന വളരെ ചെറുപ്രായത്തിൽ പൊലിഞ്ഞുപോയ മലപ്പുറത്ത് ചാലിൽ അബ്ദുൽ നാസർ അവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ അർക്കമിന്റെ അവാർഡ് ദാന ചടങ്ങുകളും ആദരവിന്റെ ചടങ്ങുകളും ഒക്കെ എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിക്കുന്നത്. അവരെയും നമ്മയും റബ്ബ് തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവാർഡിനെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഒക്കെ എനിക്ക് ശേഷം ഇവിടെ ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട്, പ്രസംഗിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ആദരിക്കുന്നത്, എക്സലൻസി അവാർഡ് നൽകി ആദരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും, നമുക്കെല്ലാവർക്കും ഗുരുതുല്യരായ ഈ സദസ്സിലെ ഒട്ടുമിക്ക ആളുകൾക്കും ബഹുമാന പുരസ്സരം മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് അറിവ് പകർന്നു തന്ന നമ്മുടെ ബഹുമാനരായ ബഷീർ മാസ്റ്റർ അവർകളെയാണ് ഇന്ന് ആദരിക്കുന്നത്. കേവലം യാന്ത്രികമായ ഒരു അധ്യാപനത്തിന്റെ ആ ഒരു ചട്ടവട്ടങ്ങൾക്കപ്പുറം അതിന്റെ ജൈവപരമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള എല്ലാ തലങ്ങളിലേക്കും അറിവിന്റെ പ്രസരണത്തിന്റെ ആ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. അതോടൊപ്പം അധ്യാപന രംഗത്തിന്റെ അപ്പുറം തന്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള കാലം കേവലം വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുകയല്ല, കർമ്മധന്യമായ ആ ഒരു പ്രവർത്തന മണ്ഡലത്തെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്, നമുക്ക് മുമ്പിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. ഇർഷാദുൽ മുത്താലിമീൻ മദ്രസയുടെയും അതുപോലെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുറുചുറുക്കോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹൽ വ്യക്തിത്വത്തെയാണ് നാം ഈ തരുണത്തിൽ ഇവിടെ ആദരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ തന്നെ ഈ കോവിഡ് രോഗവ്യാപനത്തിന്റെ വളരെ ഗുരുതരമായ അതിന്റെ വ്യാപന പശ്ചാത്തലത്തില് കോവിഡ് രോഗവ്യാപനത്തിനെതിരെയുള്ള പ്രതിരോധമൊക്കെ സംഘടിപ്പിക്കുന്നതിൽ ആദ്യഘട്ടത്തില് എല്ലാ ആളുകൾക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഇന്നിപ്പം കോവിഡൊക്കെ എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞ ഒരു ചുറ്റുപാടാണ് ഉള്ളത്. പക്ഷെ ഇതിന്റെ ആരംഭം, ഇതിന്റെ തുടക്കം ഇങ്ങനെ അല്ലായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഇതിന്റെ വ്യാപനത്തിനെതിരായിട്ടുള്ള വോളണ്ടറി സേവന രംഗത്തൊക്കെ നമ്മുടെ ഈ ഇട്ടാവട്ടത്തെ ഒരു ചടങ്ങിന്റെ അപ്പുറത്തേക്ക് വലിയ വൃത്തത്തിൽ, വലിയൊരു സർക്കിളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന, അനുമോദിക്കുന്ന രംഗമൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു, അനുഭവപ്പെട്ടു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തി അർക്കമിന്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയായിട്ടുള്ള മുഹിയുദ്ദീൻ ഇടക്കണ്ടൻ, അവരെയും ഈ സന്ദർഭത്തിൽ ആദരിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ചാരിതാർത്ഥ്യജനകമായ നമ്മുടെ പ്രദേശത്തിന്റെ, നമ്മുടെ നാടിന്റെ ഐക്യത്തെ, നമ്മുടെ നാടിന്റെ പ്രബുദ്ധതയെ, നമ്മുടെ നാടിന്റെ ബൗദ്ധികതയെ അടയാളപ്പെടുത്തുന്ന ഈ ധന്യമായ ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വചനം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിലെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയായ അർക്കം ആദരം അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി ആമുഖ ഭാഷണം നിർവഹിക്കുന്നു KP ഇസ്മായിൽ മാസ്റ്റർ. സ്നേഹാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുബശ്ശിർ തങ്ങൾ ഉസ്താദ് അവർകളെ, ഹംസ ഹസനി അൽ കാമിലി അവർകളെ,
യോഗം ഉദ്ഘാടനം ചെയ്ത വാലി സെക്രട്ടറി അബ്ദുറഹ്മാൻ അവർകളെ, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, അവാർഡ് സ്വീകരിക്കാൻ വന്ന കുട്ടികളെ, അവരുടെ രക്ഷിതാക്കള്, അതുപോലെ തന്നെ അർക്കം ഭാരവാഹികള്, ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് സുദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ ആവശ്യമില്ല. സമയം ഇപ്പോൾ 6 മണിയാകുമ്പോഴത്തെ നമുക്കറിയാം ബാങ്ക് കൊടുക്കും. എങ്കിലും ഏതാനും ചില വാക്കുകൾ മാത്രം ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അർക്കത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചെറിയൊരു വിശദീകരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മർഹൂം ഹംസ സാഹിബിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന 8ാമത് അവാർഡാണിത്. 7 പ്രാവശ്യം ഈ അവാർഡ് നമ്മുടെ മഹലിലെ വ്യക്തിത്വങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരിൽ ചിലർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. OK അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ പഞ്ചലി ബീരാൻകുട്ടി ഹാജി ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. KP അബ്ദുറഹ്മാൻ ഹാജിക്ക് വേണ്ടി അവാർഡ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണശേഷമാണ് നൽകിയത്. അതുപോലെ തന്നെ കുഞ്ഞഹമ്മദ് മുൻസിക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കിയതിൽ കുഞ്ഞു മുഹമ്മദ് സാഹിബിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊയ്തീൻ ഹാജിക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിലെ ഹംസ ഹസനി അൽ കാമിലി അവർക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഞാനങ്ങനെ 7ാമത്തെ ഒരാൾ കൂടി ഇങ്ങനെ നോക്കിയായിരുന്നു. അങ്ങനെ 8ാമത്തെ അവാർഡ് ദാനത്തിലാണ് നമ്മളുള്ളത്. ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ 2 അവാർഡുകൾ കൂടി ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സമപ്രായക്കാരനായിരുന്ന നാസറിന്റെ പേരിലുണ്ടായിരുന്ന അവാർഡ്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിലുണ്ടായിരുന്ന അവാർഡ് ചില കാരണങ്ങളാൽ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് തൽക്കാലം അത് കൊടുക്കുന്നില്ല എന്നാണ് സംഘാടകർ അറിയിച്ചത്. അപ്പൊ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ എപ്പോഴായാലും നമ്മുടെ നാട്ടില് ഏറ്റവും അത് വാങ്ങാൻ അനുയോജ്യരായ ആളുകൾക്ക് ആണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇന്നും നമ്മൾ കൊടുക്കുന്നത് അത്തരത്തിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒക്കെ പറയാറുണ്ട് ഇവർക്ക് ഇതിനു മുമ്പ് കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറയാറുണ്ട്. അത് 1 വർഷം ഒരാൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോ കൂടുതൽ പ്രായവും പല ഘടകങ്ങളും പരിഗണിച്ചിട്ടാണ് നേരത്തെ കൊടുക്കുക. അപ്പോ ആ വ്യക്തിത്വങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതിൽ ചിലർ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുള്ളൂ. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ തലമുറക്ക് അവർ കാണിച്ചു തന്ന പാതയിൽ കൂടെ പൂർണ്ണമായി പോകുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം കാലഘട്ടം മാറുമ്പോൾ തിരക്കുകളൊക്കെ കൂടുമ്പോൾ ഒരുപാട് പണികളൊക്കെ ഉണ്ടാകുമ്പോൾ അന്നത്തെ അത്ര ഒരുപാട് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അന്നത്തെ അത്ര ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ആ മേഖലയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് പോലും പലപ്പോഴും സംശയം തോന്നാറുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ മഹല്ല് മദ്രസ സംവിധാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം, അതിന് ശമ്പളം കൊടുക്കാനൊക്കെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു അതിവിടെ കടന്നുപോയത്. അപ്പൊ അവരൊക്കെ അതിന്റെ അത്രയും പ്രയാസങ്ങൾ അവരിൽ പല വാക്കുകളിൽ നിന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോ സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് നമുക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള പല തിരക്കുകളാണ്. കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് ദിവസത്തിന്റെ മണിക്കൂറിന്റെ സമയത്തിനൊക്കെ ദൈർഘ്യം കുറഞ്ഞു വരികയാണെന്ന് പറയാറുണ്ട്. അപ്പൊ ആളുകൾക്കൊക്കെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നു. സത്യം തന്നെയാണ്, നമുക്കും തോന്നാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് വന്ന ചെറിയ ഏറ്റക്കുറച്ചിൽ കാര്യത്തിൽ ഉണ്ടാകും. അപ്പൊ അവരൊക്കെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നേടി തന്ന അല്ലെങ്കിൽ ആ പാതയിലൂടെ തീർത്തും ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ മഹല്ല് മദ്രസ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൂടെ ഒക്കെ നമ്മുടെ നാടിനെ ഐക്യത്തിലൂടെ കൊണ്ടുപോകേണ്ട ഒരു കടമ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇതിന്റെ ഭാരവാഹിത്വം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു തലമുറക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആട്ടിരിയെ തെറ്റി പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ അതിന്റെ നേതൃനിരയിൽ ഇരിക്കുന്ന ഏകദേശം എല്ലാ ആളുകളും
മരിച്ചു എന്ന് തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. ഹംസ സാഹിബ് മുതൽ ഏറ്റവും അടുത്ത് മരണപ്പെട്ട ആളുകൾ വരെ അതിന്റെ ഓരോ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച് നേതൃ പദവിയിൽ ഇരുന്നവരായിരുന്നു. ഇപ്പോൾ ഉള്ളവരിൽ തന്നെ വളരെ കുറഞ്ഞ പേരെ അത്ര കാലഘട്ടത്തിലെ പരിചയമുള്ളവരുള്ളൂ എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ നല്ല ഒരു വെല്ലുവിളി തന്നെയുണ്ട് എന്ന് പറയണം. കാരണം അത് നയിച്ചിരുന്ന ആളുകളുടെ അഭാവം ശരിക്കും നമ്മളെ ഈ ദീനീ പ്രസ്ഥാന രംഗത്ത് അട്ടിരിയെ സംബന്ധിച്ച് ഒരു വലിയ വിടവ് തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. അപ്പൊ ഇതൊക്കെയാണെങ്കിലും ഇപ്പൊ നമ്മളിവിടെ നിന്ന് ആദരിക്കുന്ന ബഹുമാനപ്പെട്ട ബഷീർ മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 1974 അട്ടീരി സ്കൂളിലേക്ക് ചെല്ലുന്നത്. മാഷിന്റെ ചരിത്രം ഞാൻ ഇന്ന് ഇതിലൂടെ നോക്കിയപ്പോ 73 മുതൽ അദ്ദേഹം അവിടെ അധ്യാപകനാണ്. പിന്നീട് ഞാൻ 89 അവിടെ അധ്യാപകനായി ചെല്ലുന്ന സമയത്ത് മാഷ് അവിടുത്തെ ഹെഡ് മാസ്റ്ററുമാണ്. അപ്പോ ഒരു ഗുരു എന്നുള്ള നിലയിലുള്ള ബന്ധവും അതോടൊപ്പം തന്നെ ഒരു സ്ഥാപന മേധാവി എന്നുള്ള ബന്ധവും 4 വർഷക്കാലം മാത്രമേ അദ്ദേഹത്തിന് കീഴിലുണ്ടായിട്ടുള്ളൂ. അപ്പോ ഇന്നോ ഞാനൊരു സ്ഥാപന മേധാവി ആയിരിക്കുമ്പോ അദ്ദേഹത്തിൽ നിന്നുള്ള പല പാഠങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശേഷം എന്റെ മേധാവികളായിരുന്നില്ല എന്നുള്ള പാഠങ്ങളും ഒക്കെ എല്ലാവർക്കും പാഠാക്കി ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ കുറെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അത് എനിക്കും ഒരു മുതൽക്കൂട്ടാണ്. കാരണം ഒരു സ്ഥാപനം കൊണ്ടു നടക്കുമ്പോ അത് കൊണ്ടു നടക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഇവിടെ വിശദമായിട്ട് പറയുമ്പോൾ അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്തായാലും ശരി, വളരെ അതായത് ഒരു 10-30 ആളുകളുള്ള 35 ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തെ കൊണ്ടു നയിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവക്കാരുണ്ടാവും. ഇവരൊക്കെ ഏകദേശം ആരെയും പൊട്ടും ചീരലില്ലാതെ കെട്ടറ്റുപോകാതെ കൊണ്ടു നടക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അത് വളരെ ഭംഗിയായിട്ട് മാഷ് ചിലപ്പോഴൊക്കെ എന്നോടൊന്നും കർക്കശമായിട്ട് പെരുമാറേണ്ടി വന്നിട്ടില്ല. കാരണം അത്തരം അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറില്ല, പ്രത്യേകിച്ച് ഗുരുനാഥനായതുകൊണ്ട്. അപ്പോ അങ്ങനെ ആരെയും വല്ലാതെ മടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാഷെ ഞാനിവിടുന്ന് ഉയർത്തി പറയല്ല, ഉണ്ടായിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇത് വായിച്ചു നോക്കുമ്പോ ഇർഷാദുൽ അധ്യാപകനായ സമയത്ത് തന്നെ ഇർഷാദുൽ മുത്തഅല്ലിമീൻ മദ്രസയുടെ മെമ്പറായിട്ടും ഏകദേശം 25 വർഷം അതിന്റെ സെക്രട്ടറി ആയിട്ടും മാഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യകാലത്തെ നമ്മുടെ മഹലിന്റെ രേഖകളൊക്കെ രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗം മുതൽ 1980 മാഷ് ഇതിലെ കമ്മിറ്റി അംഗമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 40 വർഷമായി മെമ്പറായിട്ടും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ഇപ്പൊ 5-6 വർഷമായിട്ട് ഖജാൻജി ആയിട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടില് സാമൂഹ്യ സാംസ്കാരികമായിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാക്കിയപ്പോ അതിന്റെയും പ്രസിഡന്റ് മാഷ് തന്നെയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളെയും ഏകദേശം 50-52 വയസ്സുള്ള എന്നെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് താഴെയുള്ള ഏകദേശം എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൽ മുകളിലുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൂ. അപ്പോ അത്രയും പ്രമുഖമായ ഒരു വ്യക്തിത്വത്തിനുടമയായ ബഷീർ മാഷയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത്. അത് ഏറ്റവും ഉചിതം തന്നെയാണ്. അർക്കം ഭാരവാഹികള് അത് തെരഞ്ഞെടുത്തത് വളരെ ഉചിതമായ ഒരു രീതി തന്നെയായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ഈ ആമുഖം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മഹല്ല് മദ്രസ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാംസ്കാരിക മേഖലകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ അർക്കത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് അവര് സാമൂഹ്യ സാംസ്കാരിക അതുപോലെ തന്നെ അവാർഡ്, വിദ്യാഭ്യാസ അവാർഡുകൾ, വ്യത്യസ്തമായ അവാർഡുകൾ നൽകിയിരുന്നു. അതിൽ ഇന്ന് സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡ് നൽകുന്നത് എടക്കണ്ടൻ മൊഹീദ്ദീനാണ്. നമ്മുടെ എത്തുവലാക്കാന്റെ മകനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മള് ഇപ്പോ നേരത്തെ അബ്ദുറഹ്മാനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് എവിടെയോ ഒന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെയൊക്കെ ഡ്രോണൊക്കെ പറത്തി എല്ലാവരും പേരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ആകെ പേടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗൾഫുകാർ ഇങ്ങോട്ട് വന്നാല് വീട്ടിലേക്ക് വരെ, ഇവിടുത്തെ നാട്ടിലെ അവസ്ഥ അല്ല പറയുന്നത്, പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കാണുന്ന അവസ്ഥയില് ഗൾഫുകാരെ വീട്ടിലേക്ക് വന്നാൽ വീട് വരെ തുറക്കാൻ കഴിയാത്ത, അതിൽ കുറെ അതിശോക്തി ഉണ്ടായി എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തില് ഗൾഫിലാണ്, പ്രത്യേകിച്ച് ദുബായിൽ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട്. അന്നൊക്കെ നമ്മൾ ഗൾഫിലാണിത് കോവിഡ് അവരിങ്ങോട്ട് വരണ്ട ഫ്ലൈറ്റ് എന്താക്കി നന്നായി, ഇങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു.
അപ്പൊ ആ കാലഘട്ടത്തിൽ ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവിടെ രോഗങ്ങളുമായി മല്ലിടുന്ന ഒരുപാട് യുവാക്കള് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബന്ധുക്കൾ തന്നെ ഉണ്ടായിരുന്നു. അവരിൽ പലർക്കും കോവിഡ് ഉണ്ടായിരുന്നു. അവര് ചിലർക്കൊക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അപ്പൊ അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഗൾഫിന്റെ വളരെ ഒരു 2-5-6 മാസം മുമ്പ് ഗൾഫുകാരൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക സാധനത്തെ കാണുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടിരിയിലല്ല പറയുന്നത്, പൊതുവെ പത്രമാധ്യമങ്ങളും ഇതൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഗൾഫുകാരെ അത് ചിത്രീകരിച്ചത്. നമുക്കൊക്കെ അതിൽ വലിയ വിഷമുണ്ട്. അപ്പൊ ആ സമയത്ത് മർക്കസ് ICF-ന്റെ വളണ്ടിയർ എന്നുള്ള നിലയിൽ ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രത്യേക ബഹുമതി നേടിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ ആട്ടീരിക്കാരനാണ്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരുപാട് ഷെയറുകളും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ KMCC-യുടെ ഒക്കെ ഒരുപാട് ഭാരവാഹികളെ കുറിച്ചും ICF-ന്റെ ഒക്കെ ഭാരവാഹികളെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ആ കൂട്ടത്തില് ഒരു വാടാനപ്പള്ളിക്കാരൻ ഒരാളെ കുറിച്ചൊക്കെ ഒരുപാട് വരാറുണ്ട്. ആ കൂട്ടത്തില് നമ്മൾ ആട്ടേരിയിൽ നിന്നും ഒരു പ്രതിനിധി അതിലേക്ക് വന്നു എന്നുള്ളതില് ധൈര്യം കാണിച്ചു, അല്ലെങ്കിൽ അത്തരം അവാർഡുകൾ സ്വീകരിക്കാൻ അർഹനായി എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ മുഹീദ്ദീനെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയല്ല, ഈ ദീർഘായുസ്സും തുടർന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ നാടിനും അതുപോലെ തന്നെ ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ പല കാലഘട്ടങ്ങളിലും നമ്മുടെ നാടുകളിലൊക്കെ പകർച്ചവ്യാധി ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്കറിയില്ല, മയ്യത്തിൽ കൊണ്ടുപോകാൻ പോലും ആളുകൾ മടിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തലമ തട്ടി എന്തൊക്കെ കോളറെ എന്നൊക്കെ അസുഖം പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് അടുക്കാത്ത അവസ്ഥ. ഏതായാലും കോവിഡ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭീതിയിൽ നിന്ന് നമ്മളെ ആദ്യ കാലഘട്ടത്തിൽ മരിച്ചുപോയവരുടെ മയ്യത്ത് സംസ്കരിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ ഗവൺമെന്റ് തലത്തിൽ നിന്നായാലും ആളുകൾക്കുള്ള ഭയം ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ അതിന്റെ ജാഗ്രത പാലിക്കണം എന്നുള്ളത് ഇപ്പൊ നമുക്കാർക്കും അറിയേണ്ടതില്ല. കഴിഞ്ഞ ദിവസം കർണാടകയിൽ പോയ മകൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, ഒറ്റ മാസ്ക് വെക്കണില്ല. ഞാൻ പറഞ്ഞു നീ വെച്ചോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ മാത്രം മാസ്ക് വെച്ചിട്ട് എന്താ. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മളെ കേരളത്തിൽ വളരെ നല്ല ജാഗ്രത ഉണ്ട്. ജാഗ്രത നന്നായി പോകണം, കാരണം വലിയ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായതുകൊണ്ട് നമുക്കത് തുടരേണ്ടത് തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും ഈ അർക്കം ഇത്തരം നാടിന്റെ സാംസ്കാരിക സാമൂഹ്യ മത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഇത്തരം പരിപാടി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ രോഗപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രത അല്ലെങ്കിൽ ഈ ആവേശം തുടർന്നും നിലനിൽക്കട്ടെ എന്നും നാഥൻ അവർക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് എല്ലാവിധ നന്മകളും അല്ലെങ്കിൽ എല്ലാവിധ പുരോഗതികളും ഉണ്ടാകട്ടെ എന്നും അതിന്റെ ഭാരവാഹികൾക്ക് അള്ളാഹു അതിനുള്ള ആഫിയത്തും ദീർഘായുസ്സും അതുപോലെ തന്നെ സാമ്പത്തികവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വേദിയിലെ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയെങ്കിൽ സദസ്സിലെ എല്ലാവരെയും ഇതിലേക്ക് ഞാൻ സ്വാഗതമല്ല എങ്കിലും എന്റെ ഒരു ഇതിൽ പരാമർശത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അർക്കം കോൺക്ലേവ് 2020 മുഖ്യ ഇനമായ അവാർഡ് ദാന ചടങ്ങ് വേദിയിൽ ആരംഭിക്കുന്നു. അവാർഡ് ദാനത്തിന് നേതൃത്വം നൽകി 1.5 പതിറ്റാണ്ട് കാലമായി ആട്ടേരി മഹല്ല് കമ്മിറ്റി മഹല്ല് ഖത്തീബ് ആയി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യരായ ഉസ്താദ് ബഹുമാന്യരായ അബ്ദുൽ ലത്തീഫ് ബാക്കവി അൽ ഹസനി നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. ആദരവുകളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരവ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല.
അതിന് ആവശ്യവും ഇല്ല. അർക്കം ഗൾഫ് ചാപ്റ്റർ അവരുടെ ആദരവ് ചടങ്ങ് എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഗൾഫിൽ പോയ മക്കള് വളരെ കൂടുതൽ നാട്ടിൽ നിൽക്കുന്നവരെക്കാൾ സഹായത്തിനും ആദരവിനും എല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെ ചിന്തിച്ചാലും അത് വ്യക്തമായി മനസ്സിലാകും. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ പ്രയാസങ്ങൾ മനസ്സിലാവില്ല. ഇവിടെ ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്താണ് പ്രയാസമെന്ന് അറിയില്ല. സ്വന്തം നാട് വിട്ട് ഇവിടെ ഉപ്പ ഉമ്മ ജ്യേഷ്ഠന്മാർ അനുജന്മാർ എളാപ്പ മൂത്താപ്പന്മാർ ആത്മസുഹൃത്തുക്കൾ എല്ലാവരും കൂടെ നടക്കുമ്പോൾ ഒന്നിനെയും ഒരു വിഷയമായി കാണാൻ സാഹചര്യം ഉണ്ടാവുകയില്ല. പക്ഷേ ഇവിടുന്ന് നാട് വിട്ട് ഗൾഫ് രാജ്യത്തിലേക്ക് എത്തിയാൽ എല്ലാവർക്കും മനസ്സിലാകും, എല്ലാവരെയും സഹായിക്കണം, എല്ലാവരെയും സഹായിക്കണം. അത് കുറെ വയല് പറഞ്ഞത് കേട്ടിട്ടല്ല, വയല് എനിക്ക് നാട്ടിൽ നിന്നായിരിക്കും കൂടുതൽ കേട്ടത്. സഹായിക്കണം സഹായിക്കണം, അസദക്കത്ത് റദ്ദുൽ ബലായ, സ്വതക്ക ആപത്തിനെ തടയും. ആർക്കാ ഹദീസ് അറിയാത്തത്? ആരാ വയല് കേൾക്കാത്തത്? ഏതിലാ പ്രഭാഷണം കിട്ടാത്തത്? പക്ഷേ നാട്ടിൽ നിൽക്കുമ്പോ പ്രയാസം സ്വന്തം അനുഭവിക്കാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്നവനെ കണ്ടെത്താൻ പ്രയാസപ്പെടാത്തവന് കഴിയില്ല. അതാണ് അതിന്റെ സത്യം. എത്ര സമ്പത്ത് ഗൾഫിൽ പോയാലുണ്ടെങ്കിലും വലിയ മാനസിക പ്രയാസം ഉണ്ടാവും, ഉറപ്പാണ്. അവിടെ റൂമിൽ താമസിക്കുമ്പോ കൂട്ടുകുടുംബങ്ങൾ കൂടെയില്ല. ഇവിടെ ആത്മമിത്രങ്ങളായി നടന്ന സുഹൃത്തുക്കൾ കൂടെയില്ല, ഒറ്റപ്പെടുകയാണ്. ആ സമയത്ത് നിർബന്ധമായും വിഷമത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുകയും മാത്രവുമല്ല, കാണുന്ന ഓരോ വിഷയവും ഓരോ വ്യക്തിയും അവന്റെ പ്രയാസങ്ങളായിരിക്കും കൂടുതൽ പങ്കുവെക്കുന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏത് സമയത്തും ഏത് നാട്ടിലും സഹായത്തിന് മുൻപന്തിയിലായിരിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അർക്കം ഗൾഫ് ചാപ്റ്റർ ഭാരവാഹികൾ അവർക്ക് അർഹമുർറഹീമായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം ഇതിന്റെ വേണ്ടി തുടക്കം കുറിച്ചോ, ആരെല്ലാം ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, ആരെല്ലാം ഇതിന് വേണ്ടി സംഭാവന നൽകുന്നുണ്ടോ, മുഴുവൻ ആളുകൾക്കും അർഹമുർറഹീമായ റബ്ബ് അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഈ പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നല്ല ഭവനങ്ങൾ, അവർക്ക് നല്ല ഭാര്യമാർ, അവർക്ക് നല്ല സന്താനങ്ങൾ, അവർക്ക് നല്ല വഴികൾ എല്ലാം ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് തന്നെ ഈ സഹായം എന്ന് പറയുന്ന ഈ രീതിയിൽ ചലിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ദീർഘായുസ് കിട്ടുന്നവർ ആർക്കാ നിങ്ങൾക്കറിയുമോ? സഹായിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉണ്ടാവുക. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, നീണ്ടുപോകും. അത് ചരിത്രമാണ്, തെളിവുകൾ ധാരാളം പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹായിക്കുന്നവൻ ഇൻഷാ അല്ലാഹ് അവൻ ഒരു സ്ഥലത്തും കുടുങ്ങുകയില്ല എന്നതും സഹായത്തിന്റെ ഒരു വലിയ ഫലമാണ്. ഏത് ആപൽഘട്ടത്തിലും നീ മറ്റൊരുത്തനെ സഹായിക്കാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ, പണം ചെലവാക്കിയിട്ടുണ്ടോ, ഊർജം ചെലവാക്കിയിട്ടുണ്ടോ? എന്നാൽ ഒരു ഘട്ടത്തിലും നീ കുടുങ്ങുകയില്ല, നീ തകരുകയില്ല എന്നത് അതിന്റെ ചരിത്ര സത്യമാണെന്ന് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം നല്ല പ്രവർത്തനം കാണുമ്പോ അതിന് എല്ലാ സപ്പോർട്ടും നൽകിയിട്ട് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണമെന്ന് എന്നോടടക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ എന്നെ ഇത് വിളിക്കുമ്പോ എന്റെ അളിയന്റെ വീട് കുടിയെടുക്കുന്നത് ഇന്ന് അസറിനാണ്, ചേലേമ്പ്ര. ഞാൻ
ആ പ്രതിബന്ധം പറഞ്ഞ് ഒഴിയാതിരുന്നത് ഈ വലിയൊരു സേവനത്തിന് വേണ്ടി യുവാക്കൾ ഗൾഫ് പ്രവർത്തകർ ഒരുങ്ങുമ്പോ നമ്മളെ വാക്കുകൊണ്ട് അവർക്കൊരു സന്തോഷം കിട്ടിയാൽ അതായിരിക്കും എന്റെ അളിയന്റെ വീട് ഉദ്ഘാടനത്തിനേക്കാൾ നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിന് പോകാതെ ഇവിടെ പങ്കെടുത്തത്. ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് ഈ അർക്കം ഗൾഫ് ചാപ്റ്റർ ഇവിടെ ആദരിക്കുമ്പോ ബഹുമാനപ്പെട്ട മറക്കാൻ കഴിയാത്ത നമ്മുടെ ഹംസാക്ക, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അവരെ നാമത്തിലാണ് ഈ അവാർഡ് തയ്യാറാക്കിയത്. അതിനവർ അർഹനുമാണ്. അർഹനാണെന്ന് തന്നെ പല തെളിവുണ്ട്. ഒരു തെളിവ്, അവർ കിടക്കുന്നത് ജന്നത്തുൽ ബഖീലാണ്. ഒരാൾക്ക് വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. മദീനയാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അവർക്ക് അറിവുണ്ടെങ്കിൽ മദീനയാണ് ഏറ്റവും ഉത്തമം. അറിവുണ്ടെങ്കിലേ എങ്ങനെയാണ് മദീന ഉത്തമമായെന്ന് മനസ്സിലാവുകയുള്ളൂ. അവർ കിടക്കുന്നത് മദീനയിലെ ജന്നത്തുൽ ബഖീലാണ്. എന്താണ് അതിന് കാരണം? ഞാൻ മനസ്സിലാക്കുന്നത്, ആത്മാർത്ഥമായി അവർ ആലിമീങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി പള്ളിയെ സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി ദീനി സ്ഥാപനങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി ദീനിന്റെ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ മഹാഭാഗ്യം അല്ലാഹു തആല നൽകിയത്. ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയമത്ത് ബിൽ മദീന, ഹദീസാണത്. മദീനയിൽ പോയി മരിക്കട്ടെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരുടെ നാമത്തിലാണ് ഈ അവാർഡ് നൽകുന്നത്. പല തവണ അവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകുമാറാവട്ടെ. ഞാൻ പലവട്ടം പറയാം, നമ്മൾ അടീരി എന്ന് പറഞ്ഞാൽ അങ്ങാടിയില്ലാത്ത സ്ഥലം എല്ലാവർക്കും അറിയാം. അങ്ങാടിയില്ലാതെ തീരെ കാട്ടില്ല എന്നല്ല, ഫുഡ് വേണ്ടതുപോലെ കിട്ടൂല. അപ്പൊ നമ്മക്ക് പെട്ടെന്ന് അതിഥി വന്നാൽ കോട്ടക്കലേക്ക് ആളെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കാറുമുണ്ട്. പക്ഷെ ഹംസാക്ക ഉള്ള ആ കാലത്തോളം ഹംസാക്ക പറയും, ആര് വന്നാലും ഇങ്ങോട്ട് പറഞ്ഞേക്കേണ്ടി വരും, ആര് വന്നാലും. അപ്പൊ അതിഥികൾ ചിലപ്പോ നമ്മളെ സുഹൃത്തുക്കൾ, വലിയ ആളുകൾ 1, 2, 3, 4 വരും. എത്ര വന്നാലും പറയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് ഈ ആദരവിന്റെ ചടങ്ങിന്റെ വിഷയം നടക്കുന്നത്. അദ്ദേഹം അതിന് അർഹനാണ് എന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് അവരെ ദറജ അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. ഇതിന്റെ എല്ലാം കൂലി അവരെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അവർക്കും നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളെയും ആദരിച്ചു എന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു. ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ മരണപ്പെട്ടവരും ഉണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. മരണപ്പെട്ടവരെ ആണല്ലോ കൂടുതൽ നാം പറയേണ്ടത്. ഞാൻ പറയുന്നത് അവരാണ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്നവർ. അവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകുമാറാവട്ടെ. കാലങ്ങളോളം നമ്മളെ മഹല്ല് പ്രസിഡന്റും ഇർഷാദുൽ മുതഅല്ലിമീന്റെ പ്രസിഡന്റുമായി എല്ലാ രംഗത്തും പ്രവർത്തിച്ച വടക്കേതിൽ കുഞ്ഞു മുഹമ്മദ് ഹാജി അവറുകളെ ആദരിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഖബറിലാണ്. അവർക്ക് ഇനി സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ കാലങ്ങളോളം നമ്മുടെ മഹല്ല് സെക്രട്ടറിയായും മദ്രസയ്ക്ക് വേണ്ടിയും മറ്റ് ദീനി രംഗത്ത് പ്രവർത്തിച്ച മാഷ് അവറുകൾ, കുഞ്ഞു മുഹമ്മദ് മാഷ്, അവർക്കും ആദരവ് നൽകിയിട്ടുണ്ട്. അർക്കം അല്ലാഹു അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി ഏത് സമയത്തും എന്തിനും ഏത് സമയത്ത് ഫോൺ വിളിച്ചാലും ഓടി വരും. പാതിരക്ക് ഫോൺ വിളിച്ചാലും അറ്റൻഡ് ചെയ്ത് ഓടി വരും. അതറിയില്ല, എനിക്ക് 15 കൊല്ലം അനുഭവം എന്തായാലും ഉണ്ടല്ലോ. ഏത് സമയത്ത് വിളിച്ചാലും വരും. ചിലപ്പോ പറയും ഞാൻ മീൻ പിടിച്ചാൻ പോയേക്കാണ്. എവിടെ മീൻ പിടിച്ചാൻ പോയത്? മറ്റേ വലിയ പാലുണ്ടല്ലോ, എന്നാ പറയാ, തിരുവനന്തപുരത്ത് പോയിട്ട് ചെമ്മറവട്ട. ഞാൻ ചെമ്മറവട്ട പാലത്തങ്ങനെ അവസ്ഥ അവിടെ മീൻ പിടിച്ചാൽ പോയി. അപ്പൊ ഞാൻ മീൻ കുറച്ച് തന്നാണ്ടിയാണ്. അപ്പൊ അതെല്ലാം പറയാൻ പറ്റുള്ളൂ. എന്തായാലും മീൻ ഇവിടെ തരും ചെയ്യും. അങ്ങനെ അവരെയും അർക്കം ഗൾഫ് ചാപ്റ്റർ ആദരിച്ചിട്ടുണ്ട്. അവർക്ക് അർഹമർ റഹീമായ റബ്ബ് ഖൈർ നൽകുമാറാവട്ടെ, സ്വർഗം നൽകുമാറാവട്ടെ. അതുപോലെ
കാലങ്ങളോളം നമ്മുടെ പള്ളിയുടെ വൈസ് പ്രസിഡന്റും മദ്രസയുടെ പ്രസിഡന്റുമായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട മൊയ്തീൻ ഹാജി അവറുകൾ, അവരെയും അർക്കം ചാപ്റ്റർ ആദരിച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും പള്ളിയിൽ ഉണ്ടാകും. അദ്ദേഹം വഫാത്താകുന്നത് വരെ പള്ളിയിൽ എല്ലാ ജമാഅത്തിനും ഉണ്ടാകും എന്നതുപോലെ എന്തെല്ലാം മജ്‌ലിസ് പള്ളിയിലുണ്ടോ അതിൽ എനിക്ക് ലീവായാലും മൂപ്പർക്ക് ലീവാവില്ല. അവരെയും അർക്കം ചാപ്റ്റർ ആദരിച്ചിട്ടുണ്ട്. അർഹമുർ-റഹീമായ റബ്ബ് അവർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദരവ് നൽകി മരണപ്പെട്ടവർ ഇവരായിരിക്കും, അല്ലെ? പറയാറില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവരാണ്. അവരൊക്കെ നിങ്ങൾക്ക് എല്ലാ നിലക്കും അറിയുന്നവരാണ്. ഇന്ന് അർക്കൻ ചാപ്റ്റർ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ബഷീർ മാസ്റ്റർ അവറുകളെയാണ്. അവരെ കുറിച്ച് ഞാൻ പറയണ്ട, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാനും തങ്ങളും റഷീദുകാരും ഒഴിവായാല് ബാക്കി എല്ലാവരും ഉസ്താദേക്കാരൻ കൂട്ടരുത്. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൊണ്ട് ഒഴിവായാല് ബാക്കി എല്ലാവരെയും ഗുരുനാഥൻ എന്ന് പറയുമ്പോ അതല്ലേ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. നിനക്ക് ആദരിക്കാൻ കടപ്പാടുള്ള ഏറ്റവും വലിയ വ്യക്തിത്വത്തിൽ നിന്ന് ഒന്നാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഹംസ ഹസൻ ഉസ്താദ് പറയുകയുണ്ടായി, കണക്കാണ് പഠിപ്പിച്ചിരുന്നത്. സത്യത്തില് വിഷയത്തിന്റെ കൂട്ടത്തിൽ ഏറെക്കുറെ പ്രയാസമുള്ള വിഷയം ഏതന്നെയാണ്? കണക്കാണ്. കണക്ക് കുട്ടികൾക്ക് തിരിയാതിരിക്കാൻ കാരണം പ്രയാസവുമുണ്ട്. പഠിപ്പിക്കുന്ന അധ്യാപകന് കണക്കിൽ അത്രയും കഴിവുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് കണക്ക് തിരിയുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞത് എല്ലാവരും മാഷ കയ്യിൽ നിന്ന് വ്യക്തമായി ആ വിഷയം പഠിക്കേണ്ടതുപോലെ പഠിച്ചു എന്ന് പറയുമ്പോ ആ വിഷയത്തിലുള്ള മാസ്റ്റർ കഴിവും പഠിപ്പിക്കുന്ന ശൈലിയും അവരെ ആത്മാർത്ഥതയുമാണ് അതിനെ വരച്ചു കാട്ടുന്നത്. ഈ ഗണത്തിൽ ചിന്തിക്കുമ്പോ, ഒരു ഗുരു എന്നത് ചിന്തിക്കുമ്പോ ഈ അവാർഡിന് അർഹതക്ക് ഇനി മറ്റൊരു കാര്യം തേടേണ്ടതില്ല. ആ കൂട്ടത്തിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ തന്നെ മതകാര്യത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധിച്ചിരുന്നു. അവരെ ഉപ്പയായിരുന്നു അടിരി മഹലിലെ ഒന്നാമത്തെ സെക്രട്ടറി. ഉപ്പ പോയ ഉടനെ തന്നെ അടുത്ത വർഷം തന്നെ കമ്മിറ്റിയിലേക്ക് ബഷീർ മാസ്റ്റർ കയറി വന്നിട്ടുണ്ട്. അത് ദീനി പ്രവർത്തനമാണ്. പള്ളിയല്ലേ ഏറ്റവും വലിയ ദീനി സ്ഥാപനം, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. 25 കൊല്ലം ഇർഷാദുൽ മദ്രസയിലെ സെക്രട്ടറിയായി എന്ന് പറയുമ്പോ അത് എത്ര വലിയ പ്രവർത്തനമാണ്. അതുപോലെ മറ്റ് പൊതുമേഖലകളിൽ മുഴുവനും മടിയില്ലാതെ പ്രവർത്തിക്കുന്ന ശൈലി അവർക്ക് എമ്പാടും ഞാൻ കണ്ടതാണ്. ഞാൻ ഹംസാസിൻ ഉസ്താദ് പ്രസംഗം ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾ പഠിപ്പിച്ചോണെന്ന് വെച്ചു മാഷോട്. ഞാൻ പഠിപ്പിച്ചത് എന്നോട് അടി കിട്ടിയിട്ടുണ്ടാവും എന്നറിഞ്ഞു. ഒരു 20 ഞങ്ങൾ നേരെ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചിട്ടെന്ന് പറഞ്ഞു. അടി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നല്ല മനസ്സിലായി എന്നറിയുന്നോട്. അതും അല്ല, അങ്ങനല്ല, അടി കിട്ടല് മസ്താമത് കിട്ടണല്ലോ. ചെറുപ്പത്തിൽ പാംസുസ്താങ്ങളൊന്നല്ലല്ലോ മണ്ടിപ്പാഞ്ഞിറങ്ങി കച്ചറ കേൾക്കാറ്. കച്ചറ പറഞ്ഞാല് കുട്ടികളുണ്ടാവല്ലോ, കുട്ടികളിക്കൊന്നും അത് കൊട്ടിച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കിട്ടോ. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ആത്മാർത്ഥമായുള്ള അധ്യാപകനാണോ എങ്കിൽ വിദ്യാർത്ഥികൾ വളരും. എന്നിട്ടും വളരണില്ലേ, അത്രയും കുരുത്തം കെട്ട വിദ്യാർത്ഥിയാണ്. ഏതായാലും ശരി, എങ്ങനെ ചിന്തിക്കുമ്പോഴും മാസ്റ്റർ ഈ അവാർഡ് അർഹനാണ്. അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനീ പ്രവർത്തനത്തിന് മരണം വരെ ഇഖ്ലാസോടുകൂടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ഇപ്പോൾ ആദരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ നീളുന്ന പേടിയുണ്ട്. രണ്ടാമത് ആദരിക്കുന്നത് മൈദീൻകുട്ടിനെയാണ്. ഞാന് മേദിക്കുട്ടനെ ആദരിക്കണ ഇപ്പോഴാ അറിഞ്ഞത്. ഈ പോസ്റ്റർ എനിക്ക് ഇപ്പോഴാ കിട്ടിയത്. അപ്പൊ ഞാന് കോവിഡ് കാലത്ത് ഞാൻ ഫേസ്ബുക്ക് എനിക്കില്ല, ഞാൻ നോക്കലില്ല. അതുകൊണ്ട് അറിവിന്റെ അടുത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അറിവുകളൊന്നും അങ്ങനെ അറിയാൻ ചാൻസ് കുറവാണ്. വാട്സപ്പ് തന്നെ നമ്മളെ ചില ദീനി ആവശ്യത്തിനുണ്ടാക്കിയതാ. അപ്പൊ അത്തരം കാര്യങ്ങളെ എനിക്ക് മൊബൈലിൽ കിട്ടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ അവിടെ
കോവിഡിന് വേണ്ടി ഓടിപ്പാഞ്ഞ് പ്രവർത്തിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് അവരെ കൂടെ അവിടെ ഉണ്ട്, കാര്യങ്ങളെല്ലാം എന്നോട് പറയാറുണ്ട്. ഞാൻ മൊയ്തീൻകുട്ടി ഇതിൽ സ്മരിക്കുന്ന എന്തിനാണെന്ന് അറിയാം. കോവിഡ് എല്ലാവർക്കും പേടിയാണ്. പേടിയില്ലാതെ ഇപ്പോഴും പേടി ആൾക്കാർക്ക്, വെറുതെ പറയല്ല, ഇപ്പോഴും സ്വന്തം പെരക്കാർ വരെ കോവിഡ് ആയാലും അടക്കാൻ പേടിയാണ്. പേടി പോയി തൊള്ളോണ്ട് പറയാന്നല്ലാതെ കോവിഡാരം വന്ന് എല്ലാവരും പറയും. എന്ന് പേടി പോയെന്ന് നമ്മൾ പറയാം. അതിനർത്ഥം അത്ര പേടിപ്പില്ല, അത്ര അതിനർത്ഥമുള്ളൂ. എന്തായാലും ശരി, ആ സമയത്ത് കോവിഡ് രോഗികളെ പരിചരിക്കാൻ വേണ്ടി ഓടി നടക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല, അവരെ നോക്കി 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 മൊയ്തീൻകുട്ടിക്കും പോസിറ്റീവായി തന്നെ. വസീഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അതിലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അപ്പൊ നോക്കിയാൽ നിങ്ങള് പോസിറ്റീവ് റെസ്റ്റ് കഴിഞ്ഞ് പിന്നെ മൂപ്പർ ഓടിയത് അതിനു വേണ്ടി തന്നെയായിരുന്നു. അതെന്റെ സുഹൃത്തിനോട് പറഞ്ഞതാ. ഏതായാലും ശരി, ആ ത്യാഗം അത് വലിയ ത്യാഗമാണ്. ആരുമില്ലാത്ത സമയത്ത് ഓടിയെത്തുക എന്ന വലിയ ത്യാഗമാണ്. എല്ലാരും ഓടാണ്ട്, എല്ലാരും ഓടും. അങ്ങനത്തെ ചില കാര്യമുണ്ട്, എല്ലാരും ഓടും. അവിടെ ഓടല് വലിയൊരു വിഷയമുള്ള കാര്യമില്ല. ആർക്കും ഓടാൻ ധൈര്യം വരാത്ത സമയത്ത് ഓടുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. അർഹമുർറഹീമായ റബ്ബ് മൊയ്തീൻകുട്ടിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാളെയും ആദരിക്കുകയാണ്. പിന്നെ കുറെ സമ്മാനങ്ങൾ ഇവിടെ ഉണ്ട് വിദ്യാർത്ഥികൾ ആദരിക്കാൻ വേണ്ടി. വിദ്യയാണ് ഏറ്റവും നല്ല ധനമെന്നറിയാത്ത ആരുമില്ല. വിദ്യാധനം സർവ്വധനാപ്രധാനം എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും പഠിക്കാൻ തയ്യാറല്ല. ഇപ്പൊ എല്ലാരും ഈ ഓൺലൈനിലാണ് ക്ലാസ്. ആദ്യത്തെ 2 മാസം എല്ലാവരും ഉഷാറായില്ല. എന്റെ മക്കൾ വരെ അങ്ങനെ. പിന്നെന്ത് ഓൺലൈൻ, ആ പഠനം തന്നെ ഇല്ല. സത്യം പറയാം, ഞാൻ ദർശ നടത്തുമ്പോ കുട്ടിയൊക്കെ വലിയവർക്ക് ഓൺലൈൻ ദർശനം നടത്തണം. അവർ പഠിക്കും. വലിയ കുട്ടികൾക്ക് 2-3 ബാച്ച് ഓരെന്തായാലും പഠിക്കും. അവർക്ക് മാത്രമേ നടത്തുന്നുള്ളൂ. അല്ല, അത് നടത്തിയിട്ട് പഠിക്കൂല. നമ്മളെ സമയം പോകാൻ വേണ്ടി എന്നോട് ഇന്നലെ മിംസ് പോയപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ തലവേദന മാറാത്തത് ലാപ്ടോപ്പ് ഇങ്ങനെ നോക്കിയിട്ടാണ്. നിസാബ് പറഞ്ഞു, പ്രഷർ മാത്രമല്ല ലാപ്ടോപ്പ് ഇങ്ങനെ നോക്കിയിട്ടാണ്. അന്നേരം അത്ര പ്രയാസം സഹിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. എല്ലാ സൗകര്യമുള്ളൊരു കാലം പഠിക്കാൻ തയ്യാറല്ല. ഞാൻ SLC ചെയ്തപ്പം പഠിക്കാൻ എന്റെ മൂത്താപ്പ വയനാടാ. അവിടെ പോയിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കസാല കെട്ടി അങ്ങനെ പഠിച്ചത്. കാരണം എന്താ, ഇവിടെ നിന്ന് പഠിക്കാൻ സാഹചര്യമില്ല, അനുകൂല സാഹചര്യം ആരും, കളിക്കാൻ എല്ലാവരും ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ എല്ലാ ഉപ്പയും പറയുന്നു പഠിക്കണം, എല്ലാ ഉമ്മയും പറയുന്നു പഠിക്കണം, എല്ലാ ഉസ്താദും പറയുന്നു പഠിക്കണം, എല്ലാ ജ്യേഷ്ഠനും പറയുന്നു എല്ലാവരും പഠിക്കണം. ഇത്ര സാഹചര്യമുള്ള സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സമയമില്ല. ഇതാണ് ഏറ്റവും വലിയ അധർമ്മം. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയിൽ ദീനിനെ കൊണ്ടു നടക്കാനോ ഒന്നും ആളില്ലാതെ വരും. അതുകൊണ്ട് ഇത്തരം പ്രോത്സാഹനങ്ങൾ നൽകി പഠനം തന്നെയാണ് നല്ലതെന്നും അവരെ നല്ല ധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് വിദ്യ കൊടുക്കാനുള്ള പ്രോത്സാഹനമാണ് അവർക്ക് നൽകുന്ന സമ്മാനം. അർക്കം ഗ്രൂപ്പിന് എല്ലാ ഹൈറും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, എല്ലാ ബറക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന് പ്രവർത്തിക്കുന്ന, അതിന് സഹായിക്കുന്ന, അതിന് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. അവാർഡ് വിതരണം നടക്കുന്നു. വിതരണം ചെയ്യുന്നത് അഭിവന്ദരായ ഉസ്താദ് അവർകൾ, ഏറ്റുവാങ്ങുന്നത് തൊട്ടിയിൽ മുഹമ്മദ് ബഷീർ മാസ്റ്റർ. ഇരുവരെയും ബഹുമാന ആദരവുകളോടെ ക്ഷണിക്കുന്നു. KP ഹംസ സാഹിബ് അവാർഡ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് തന്നെ ഏറ്റുവാങ്ങാനുള്ള ചരിത്ര നിയോഗം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. EK മൊഹീദ്ദീൻ കുട്ടിക്കുള്ള അവാർഡ് വിതരണം വേദിയിൽ നടക്കുന്നു. അവാർഡ് വിതരണം ചെയ്യുന്നു ആട്ടേരി മഹല്ല് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി T. അബ്ദുൽ ഗഫൂർ സാഹിബ്.
ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹീദ്ദീൻ കുട്ടിയെയും ആദരവുകളോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സാന്ത്വനം സഹായം വിതരണം ചെയ്യുന്നു. അർക്കം ഗൾഫ് ചാപ്റ്റർ പ്രതിനിധികൾ വിതരണം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നു SYS RTD യൂണിറ്റ് ഫിനാൻസ് സെക്രട്ടറി KP ഷൗക്കത്ത് അഷ്റഫി. ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഏറ്റവും ശ്രദ്ധേയമായ മികച്ച റിസൾട്ട് നേടിയ SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം നടക്കാനിരിക്കുന്നു. അതിനു മുമ്പ് അവാർഡ് കരസ്ഥമാക്കിയ നേടിയ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ നമ്മോട് മറുപടി ഭാഷണം നടത്തുന്നു. കുട്ടിയിൽ മുഹമ്മദ് ബഷീർ മാസ്റ്ററെ ആദരവുകളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഈ കാര്യപരിപാടിയിലെ അധ്യക്ഷൻ ഹംസ ഹസനി അവരുകളെ, നമ്മുടെ ഉസ്താദും മുദരിസും അദ്ദീപുമായ അബ്ദുൽ ലത്തീഫ് ബാക്കവി അവരുകളെ, ഈ ചടങ്ങിൽ പ്രാർത്ഥന നടത്തിയ തങ്ങൾ അവരുകളെ, ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മഹല്ല് കമ്മിറ്റി സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, ഇസ്മായിൽ മാസ്റ്റർ, ഗഫൂർ, അഹമ്മദ് ഉനി, കലാം മാസ്റ്റർ, കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, റൌഫ് മാസ്റ്റർ, പ്രധാന സമ്മാനത്തിന് അർഹമായ സാമൂഹ്യ സേവന രംഗത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അംഗീകാരം നേടിയ സ്നേഹമുള്ള VK മൊയ്തീൻ, മറ്റ് അലി സാഹിബ്, അഷ്റഫ്, മറ്റ് രക്ഷിതാക്കളെ, ഈ അവാർഡിന്, ഈ വിദ്യാഭ്യാസ അവാർഡിന് അർഹരായ വിദ്യാർത്ഥികളെ, ഞാൻ ഒരു നീണ്ട പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അധ്യാപകനായതുകൊണ്ട് തന്നെ ക്ഷമ പരീക്ഷിക്കരുതെന്നാണ്. കാരണം വൈകിയ വേളയിൽ അധ്യാപകൻ അറിയാം ക്ലാസ്സിലെ കുട്ടികളെ 20 മിനിറ്റിൽ കൂടുതൽ പിടിച്ചിരുത്തരുതെന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്. ആ സ്ഥിതിക്ക് ഇവിടെ കുറെ സമയമായി, അപ്പൊ കൂടുതൽ സമയം ഇവിടെ പിടിച്ചിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതോടൊപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിനുള്ള സമയമായി തുടങ്ങി. കുറെ കൂടി ചടങ്ങുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, അർക്കം 10 വർഷം മുമ്പ് രൂപീകൃതമായ അർക്കം ഗൾഫ് ചാപ്റ്റർ എന്ന സംഘടന നല്ല സാമൂഹ്യ സേവന രംഗത്ത് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടും വിദ്യാഭ്യാസപരമായ കഴിവുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ അതിന്റെ പ്രവർത്തനം നാൾക്ക് നാൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ അതിന്റെ സ്വാഗത പ്രസംഗത്തില് അലി സാഹിബ് പറഞ്ഞു, ആദ്യം രൂപീകരിച്ച സമയത്ത് കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അംഗങ്ങൾ കൂടി കൂടി വന്ന് ഇപ്പൊ 150ഓളം മെമ്പർമാരുണ്ട്.
അതേ നാട്ടീരിയിലെ എല്ലാവരും അതിന് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കുറെ അധികം ആളുകളാണ് ഇതില് കൂടിച്ചേർന്ന്. ഗൾഫ്, സത്യം പറഞ്ഞാൽ ഗൾഫുകാരില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഒക്കെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. കാരണം നമ്മള് അധിക പേരും ഇവിടെ, കുറച്ചുപേർ വെച്ച് ബാക്കിയൊക്കെ അധിക പേരും നല്ല രീതിയിൽ ഇവിടെ എളിഞ്ഞ് നടക്കുന്നത് ശരിക്കും ഗൾഫുകാരെ കൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം അവര് ജോലി തേടി എന്റെ നാട്ടിലെത്തിയതാണെങ്കിലും അവരുടെ സമ്പാദ്യത്തിന്റെ അധിക ഭാഗവും ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നല്ല നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഗൾഫുകാരുടെ പ്രവർത്തനം നമുക്കെല്ലാം നല്ലൊരു മാതൃകാ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല അച്ചടക്ക ചിട്ടയോട് കൂടിയാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഇതില് ഇപ്പോ നമുക്കറിയാം, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അത് COVID-19 ആ മഹാമാരി ഗൾഫിലൊക്കെ തുടങ്ങിയപ്പോ നമ്മളൊക്കെ സമാധാനിച്ചെന്ന് ചൈനയിലല്ലേ ഗൾഫിലല്ലേ ഉള്ളു, നമ്മുടെ നാട്ടില് അത് വരുമോ സംശയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗൾഫിലൊക്കെ പടർന്നു പിടിച്ച് എല്ലാവരും പേടിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇവര് അതിന്റെ മുൻപന്തിയിൽ ഇറങ്ങി കോവിഡിനെതിരെ പ്രവർത്തന രംഗത്ത് ഇറങ്ങി അംഗീകാരം പിടിച്ചു പറ്റിയ വ്യക്തികൾ ധാരാളമുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് എന്റെ ശിഷ്യനും കൂടിയായ VK മൊഹിയുദ്ദീൻ. ആദ്യമായിട്ട് ഞാൻ ഫേസ്ബുക്കില് അവരെ പേര് കണ്ടപ്പോ ഞാനിങ്ങനെ സംശയിച്ചു, നമ്മളെ നാട്ടുകാരനാണല്ലോ കുട്ടി എന്നുള്ള ഒരു സംശയത്തില്. അപ്പോഴാണ് പിന്നീട് അതിന്റെ താഴെ കമന്റുകളൊക്കെ വന്ന് എല്ലാവരും നല്ല നല്ല കമന്റുകൾ കൊടുത്ത് ധാരാളം ആ ഫേസ്ബുക്കില്, കാരണം അതിന്റെ ഷെയർ ചെയ്തും അങ്ങനെ അതിന് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകി ധാരാളം കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഇടക്കണ്ടൻ മൊഹിയുദ്ദീനാണ് എന്നാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ ഇനിയും ഇങ്ങനത്തെ ഘട്ടം വരാതിരിക്കട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തന സാമൂഹിക രംഗത്ത് വീണ്ടും നല്ല ഊർജ്ജസ്വലയോടുകൂടി പ്രവർത്തിക്കാൻ മൊഹിയുദ്ദീന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരിക്ക് അവാർഡിന് അർഹത അവരെയാണ്, അങ്ങനെയുള്ള സാമൂഹ്യ സേവന രംഗത്തുള്ളവരെയാണ് ഇങ്ങനെയുള്ള അവാർഡിനെ തെരഞ്ഞെടുക്കേണ്ടതെന്നാണ്. തെരഞ്ഞെടുത്ത് നമ്മള് അനുമോദിക്കുകയാണ്. അപ്പോ കാരണം എന്നെ തെരഞ്ഞെടുത്തതില്, കാരണം എനിക്ക് ഇപ്പോ എന്നെ തെരഞ്ഞെടുത്ത കാര്യങ്ങളിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലാണ് എന്നെ കൂടുതലും തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ആ കാര്യത്തില് 100% ആത്മാർത്ഥത പുലർത്താൻ കഴിഞ്ഞു എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഞാന് പറഞ്ഞൊരു 35 വർഷത്തോളം അധ്യാപകനായിരുന്നു. അതില് 21 വർഷവും പ്രധാന അധ്യാപകനായിരുന്നു. അതിന്റെ മുമ്പ് കുറച്ചു കാലമാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പ്രധാന അധ്യാപകനായിട്ടും പഠിപ്പിച്ചിരുന്നു. പക്ഷെ അത് വേണ്ടത്ര അതില് 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിന്റെ കണക്ക് പഠിപ്പിക്കാനായിരുന്നു മാഷ്. കണക്ക് പഠിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയാണ്. കാരണം കൂടുതൽ ഈ വീട്ടിൽ ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ റൌഫ് മാഷക്ക് അറിയാം. കാരണം ഇപ്പൊ അടൂർ സ്കൂളില് ഒരു കണക്ക് മാഷ് തന്നെയാണ് റൌഫ് മാഷ്. മാഷക്കറിയാം. കാരണം ഈ കണക്ക് പഠിപ്പിക്കാൻ ഒരു ട്രിക്കാണ്. കാരണം കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ക്ലാസ് പോയാലും, കാരണം എങ്ങനെ കുടിക്കാനും പെട്ടെന്ന് ക്ലാസ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ കണക്ക് പഠിപ്പിക്കാൻ കഴിയും. കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു കൂട്ടലെങ്കിലും ബോർഡിൽ ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. മറ്റേതായാലും മറ്റു കുട്ടികളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും അവന് നല്ല പ്രിപ്പയർ ചെയ്യണം. മറ്റേത് വിഷയം പഠിപ്പിക്കുകയാണെങ്കിലും നല്ല പ്രിപ്പയർ ചെയ്യണം. അതാണ് കണക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം. അല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോ കണക്കായിരുന്നു എന്നുണ്ട് പലർക്കും നമ്മളോട് ദേഷ്യം ഉണ്ടോന്ന് അറിയില്ല. കാരണം നമ്മള് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ മാതിരി കണക്ക് പഠിപ്പിച്ച എല്ലാവരും നല്ല രീതിയായെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലർക്കൊക്കെ നമ്മളോട് ദേഷ്യം ഉണ്ടാവും. മാഷ് അതിന്റെ കണക്ക് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഗതിയിലായത്. അപ്പൊ അങ്ങനെ വരതില്ല.
അപ്പോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനൊരു ഈ അവാർഡ് ഈ മുറ്റത്ത് ഈ അംസ സാഹിബിന്റെ KP അംസ സാഹിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്റെ നല്ല ഒരു അടുത്ത കാരണം അംസ സാഹിബിന്റെ സ്വഭാവത്തെ കുറിച്ച് എല്ലാവർക്കും ഞാൻ പറയേണ്ടതില്ല. കാരണം ആരോടും ഒരു പിണക്കം, പലരോടും പിണക്കങ്ങള് നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷെ അംസ സാഹിബിനെ സംബന്ധിച്ച് നമ്മള് ഒരാളോട് പിണങ്ങിയതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ആരോടായാലും ശരി നല്ല രീതിയിലാണ് സമീപിക്കാറുള്ളത്. അപ്പൊ ഏറ്റവും എന്റെ നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു. ഏതായാലും അല്ലാഹു അവരുടെ ഖബർ ജീവിതം വളരെ ഹൈറാകട്ടെ, സുഖകരമാക്കട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കൂടുതലായി ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊടുക്കുന്നത് ഈ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മള് റബീഉൽ അവ്വലിന് ആണ് മദ്രസിലെ പരിപാടിക്കാണ് അധികം ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുക. മദ്രസിലെ ഇത് ഉണ്ടോന്ന് എനിക്കറിയില്ല. ശരിക്കും മദ്രസിലെ 10ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടികൾക്ക് പ്രാവശ്യം പരീക്ഷ അടക്കാത്തതുകൊണ്ട് പരീക്ഷ കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം SLC +2 ഒക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിലെ പരീക്ഷകൾ നടന്നു, പക്ഷെ മദ്രസകളിലെ പരീക്ഷ ഒന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് അതില് തെരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഏതായാലും അതാണ് ഈ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കല്, അതാണ് ഏറ്റവും നല്ലൊരു ഉചിതമായ കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി കൂടുതലൊന്നും ഞാൻ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അവാർഡ് ജേതാവ് AK മുഹ്യിദ്ദീൻ കുട്ടി മറുപടി ഭാഷണം നടത്തുന്നു. സ്നേഹാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ആർക്കം ഗൾഫ് ചാപ്റ്ററിന്റെ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ പറമ്പിൽ വെച്ചിട്ടാണ് ഇത് രൂപീകരിച്ചത്. അതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ച് ആളുകൾ നമ്മളെ പറമ്പിൽ വെച്ചൊരു ഷബീറിന്റെ കല്യാണത്തിന് അന്നാണ് രൂപീകരിച്ചത്. അപ്പൊ അന്ന് തൊട്ട് ഇതിന്റെ പ്രവർത്തനം മാഷാ അല്ലാഹ് നല്ല മുന്നേറ്റമാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത് എല്ലാ വർഷവും റബീഉൽ അവ്വലിന് നമ്മൾ മദ്രസയിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്തതിൽ സന്തോഷം. പിന്നെ വേദിയിൽ ഉപസ്ഥിതരായ എല്ലാ മാന്മാരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടുതൽ സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് ഇതാക്കുന്നതിൽ സമയം കളയുന്നില്ല. ബാങ്ക് കൊടുക്കാനും സമയമായി. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിലെ ശ്രദ്ധേയമായ ഇനമായ വിദ്യാഭ്യാസ അവാർഡ് വിതരണങ്ങൾ വേദിയിൽ നടക്കുന്നു. വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ വേദിയിലെത്തി സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. SSLC വിജയികൾക്കുള്ള അവാർഡ് വിതരണം നടക്കുന്നു. മുഹമ്മദ് സലൂഫ് P, സൺ ഓഫ് സൈദലവിക്കുട്ടി. വിതരണം ചെയ്യുന്നത് ഹംസ അഹ്സനി അൽ കാമിലി. ഫാത്തിമ റിനു, ഡോക്ടർ റൌഫ് മാസ്റ്റർ. വിതരണം ചെയ്യുന്നത് ബഷീർ മാസ്റ്റർ. നൈന NK. വിതരണം ചെയ്യുന്നത് റൌഫ് മാസ്റ്റർ. ജദീറ ഷെറിൻ, ഡോക്ടർ ഓഫ് അലവിക്കുട്ടി, കുറ്റിക്കാട്ടി. റൌഫ് മാസ്റ്റർ വിതരണം ചെയ്യും. ഡോക്ടർ ഓഫ് അഷ്റഫ് വിതരണം ചെയ്യുന്നു ഇസ്മായിൽ മാസ്റ്റർ.
നഫീസത്തുൽ മിസ്രിയ ഡോക്ടർ ഓഫ് കുനിയിൽ ആലിപ്പ വിതരണം ചെയ്യുന്നു ടി അബ്ദുൽ ഗഫൂർ സാഹിബ്. മുഹമ്മദ് റസൽ എം വിതരണം ചെയ്യുന്നു കലാം മാസ്റ്റർ. അഫീദ അഫ്സാന ഡോക്ടർ ഓഫ് ഹംസാവി വിതരണം ചെയ്യുന്നു സയ്യിദ് മുബഷിർ ജമലുല്ലൈലി. ആര്യ ഡോക്ടർ ഓഫ് വടേരി വേലായുധ വിതരണം ചെയ്യുന്നു കെ പി മുസ്തഫ മാസ്റ്റർ. കെ പി അബ്ദുറഹ്മാൻ സാഹിബ് വിതരണം ചെയ്യും. മുഫീദ വി ഡോക്ടർ ഓഫ് കരീം വി വിതരണം ചെയ്യുന്നു ഷൗക്കത്ത് അഷ്റഫി. ഫാത്തിമ ഹാദിയ ഡോക്ടർ ഓഫ് ഇബ്രാഹിം അസ്ലിയാർ വിതരണം ചെയ്യുന്നു ഉമർ കയ്യ വിതരണം ചെയ്യുന്നു കെ പി ഉമർ ഹാജി. ഫവാസ് റഷീദ് നടുത്തൊടിക വിതരണം ചെയ്യുന്നു സി കെ അഹമ്മദ് ഹാജി. ആദില ടി വിതരണം ചെയ്യുന്നു റഷീദ് മുസ്ലിയാർ. നിഹാൽ കെ വി വിതരണം ചെയ്യുന്നു അബ്ദുൽ ഗഫൂർ കെ പി. ഫാത്തിമ റിൻസ കെ പി വിതരണം ചെയ്യുന്നു ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ബാക്കവി. ജംഷീദ ഡോക്ടർ ഓഫ് അലി വിതരണം ചെയ്യുന്നു കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ. ഷിഫിൻ അലി കെ പി വിതരണം ചെയ്യുന്നു ഹംസ അഹ്സനി. റൈഹാന ബാനു വിതരണം ചെയ്യുന്നു അസീസ് ഹാജി കെ പി. മുഹമ്മദ് ഹാജി കെ പി. ഹിബ കെ പി വിതരണം ചെയ്യുന്നു അബ്ദുൽ അസീസ് ഹാജി. സഈദ ഷെറിൻ ഡോക്ടർ ഓഫ് അലി പുളക്കൽ വിതരണം ചെയ്യുന്നു വടക്കേതിൽ അഷ്റഫ് സാഹിബ്. മുഹമ്മദ് അമീൻ സൺ ഓഫ് ഹംസ വടക്കേതിൽ വിതരണം ചെയ്യുന്നു സമീർ മാസ്റ്റർ. അവാർഡ് വിതരണം ഇവിടെ അവസാനിക്കുന്നു. ധാരാളം വിശിഷ്ടാതിഥികൾ ആശംസാ പ്രഭാഷണത്തിനുണ്ടെങ്കിലും
സമയ പരിമിതി മൂലം നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നു. സദസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. അർക്കം പ്രതിനിധി ഗഫൂർ. അതിന്റെ മുമ്പ് ഈ ചടങ്ങിൽ സംബന്ധിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് അർക്കം ഗൾഫ് ചാപ്റ്റർ നൽകുന്ന സ്നേഹോപഹാരം അർക്കം പ്രതിനിധികൾ വിതരണം ചെയ്യുന്നു. നന്ദി പറയുന്നു. ടി അബ്ദുൽ ഗഫൂർ. അർക്കം കോൺക്ലേവ് 2020 ഞങ്ങൾ അർക്കമിൻ്റെ ആദ്യത്തെ പബ്ലിക് പരിപാടിയാണത് നാട്ടിലുള്ള. ഈ വേദി ഭംഗിയാക്കി തന്ന ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളോടും എല്ലാവരും അർക്കമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുപോലെ ഈ അവാർഡ് ഏറ്റുവാങ്ങിയ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിനെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റസൂലല്ലാഹ്. എന്താ ഫോണല്ലേ പവർ ബാൻഡോ? ഫിനിഷ് ചെയ്യാം ലൈവ്. നമസ്കാരം. കണ്ടോട്ടെ. കുഞ്ഞിട്ടിയാ വാ നിൽക്കൂ, കണ്ടോട്ടെ. ഇക്കോ 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 ഫിനിഷ് ചെയ്യട്ടെ. അതൊക്കെ എടുത്തു. സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ വാങ്ങാം. ഓഫാക്കട്ടെ.